മലയാളി ഓൺട്രപ്രന്യേഴ്സ് അവർ കൈവച്ച മേഖലകളിലൊക്കെ വലിയ വിജയം വരിക്കുന്ന ആളുകളാണ്. ഈ ആഗോള മാർക്കറ്റിൽ ഒരൊറ്റ ഇന്ത്യൻ ബ്രാൻഡ് പോലും ആ ഒരു റേഞ്ചിലേക്ക് എത്തിയ ഒരു ഇനീഷ്യേറ്റീവ് പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആ തരത്തിലേക്ക് വളരാൻ ശ്രമിച്ച ഒരൊറ്റ കമ്പനി എന്ന് പറയുന്നത് ലാർസൻ ആൻഡ് ടോബ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ ലാർസൻ ആൻഡ് ടോബ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ കറന്റ് വാല്യൂഷൻ എന്ന് പറയുന്നത് $65 ബില്യൺ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ രണ്ട് ഡച്ച് സഹോദരങ്ങൾ, ലാർസൻ എന്ന് പറയുന്ന ടോബ്രോ എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ലാർസൻ ആൻഡ് ടോബ്രോ എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളായിട്ട് യൂറോപ്യൻസ് ആവട്ടെ അമേരിക്കൻസ് ആവട്ടെ നമ്മൾ മറ്റു പേഷ്യൻസിനെയും മറ്റുമൊക്കെ ഒരു തരത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമുക്കറിയാം ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ഹബ്ബ് എന്നൊക്കെ പറയുന്ന, മദർ എന്നൊക്കെ പറയുന്ന ചൈന അല്ലെങ്കിൽ ഇന്ത്യ, ലോ കോസ്റ്റ് കൺട്രീസിലൊക്കെ പ്രൊഡക്ട്സ് മാനുഫാക്ചറിങ് ചെയ്തിട്ട് യൂറോപ്പിൽ പോയി അല്ലെങ്കിൽ യൂറോപ്യൻ ടാഗ് ഇട്ടിട്ട് ഇവിടെ വന്ന് മറ്റുള്ള രാജ്യങ്ങളോട്ട് പോയി 3-4 ഇരട്ടി റേറ്റിന് വിൽക്കുന്ന, ഇന്നും പതിറ്റാണ്ടുകളായിട്ട് ആ ചൂഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, വളരെ വിജയം വരിച്ച മലയാളി ഓൺട്രപ്രനേഴ്സ് ഒന്നും ആ മേഖലയിൽ ശ്രദ്ധിക്കാതിരുന്നത്. അത്തരം ആ ഒരു രീതിയിൽ ഒരു ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആയിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയുടെ പേരാണ്, ഒരു ചെറിയ കമ്പനിയുടെ പേരാണ് അൽമിയാർ ഇലക്ട്രിക്. നൗ 2030 കൂടിയിട്ട് ഒരു 500 മില്യൺ വാല്യൂഷനിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി. ബട്ട് ടുഡേ അവർ വാല്യൂഷൻ ഈസ് 100 മില്യൺ.